എന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, മറ്റൊന്ന് വിജിലൻസ് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ 2 ടീമുകളും 4 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ്. ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും. അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കാമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമല്ല എന്നുള്ളതാണ്. അദ്ദേഹം 4 കാര്യങ്ങൾ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ പിന്തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? ADGP RSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ADGP കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കുന്ന കാര്യം, സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഈ 4 കാര്യങ്ങളും അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റുകളെ വെച്ചുകൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. എന്തേ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് കാത്തു നിന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം? ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപമാനിച്ചിട്ടുള്ളത്? അപ്പം ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു ഗൂഢാലോചനയുണ്ട്. ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43% വോട്ടാണ് LDFന്. അത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ തള്ളിച്ച LDFനും പ്രത്യേകിച്ച് CPMനും ഉണ്ടായി. അതിനിടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഇടപെടലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് മതന്യൂനപക്ഷങ്ങളിൽ ഇല്ലാതാക്കാൻ, മതന്യൂനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹം RSSന്റെ ചാരനാണ് എന്ന പ്രചരണം 8 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ്. മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയതല്ല. ജീവൻ പണയപ്പെടുത്തിയും സന്നിഗ്ധ ഘട്ടത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിന്നൊരാളാണ്. തലശ്ശേരി ലഹള നടക്കുമ്പോൾ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ. പല പ്രധാനപ്പെട്ട നേതാക്കളും മാഹിപ്പാലം വരെയല്ലേ വന്നിട്ടുള്ളൂ, തിരിച്ചു പോവല്ലേ ചെയ്തത്. അന്ന് വസൂരി പിടിച്ച് കിടപ്പിലാണ്, പൊളിച്ചിട്ടില്ല പിണറായി. ആ സമയത്താണ് റെഡ് വളണ്ടിയർമാരെ ഓപ്പൺ ലോറിയിൽ കയറ്റി ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചത്. മാറാട് കലാപം, 1ഉം 2ഉം മാറാട് കലാപം കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ അങ്ങോട്ടേക്ക് കടക്കാനേ കഴിഞ്ഞിരുന്നില്ല. പിണറായി പോയി. അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കുക, ഇത് UDFന്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ പണികൾ കഴിഞ്ഞ 8 വർഷമായി നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ CPIMനെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല. അത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും. ഇപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ തുരുപ്പ് ഷീട്ട്, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, ഇത് അവസാനം അയാൾ ഉപയോഗിക്കുന്നു. ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ഗവൺമെൻറ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം എന്താ ഉള്ളത്? ആകെ ഗവൺമെൻറ്റിനെതിരായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആന ഇറങ്ങുന്നു, കാട്ടുപന്നി ഇറങ്ങുന്നു, അതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ അപ്പുറം എന്താ ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്? പിന്നെ വായി തോന്നിയ കുറേ കാര്യങ്ങൾ പറയുന്നു. അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. നല്ല പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകിയത്. അദ്ദേഹത്തെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മാന്യമായിട്ടുള്ള സമീപനവും കാട്ടി. നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യതയാണ്, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യമാണത്. അത് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതിൽ ഒരു പ്രത്യേക ഒരു അത്ഭുതവും ഇല്ല. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന
ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം. ഇത് ലേശം വഴിവിട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തീക്കൊണ്ട് തലചൊറിയാണ് അദ്ദേഹം. സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രയോഗം ഇന്നേ വരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിസ്കരിക്കുന്നതിന് ആരെങ്കിലും എതിരാണോ? അൻവറിൻ്റെ പേരിന് ആരെങ്കിലും എതിരാണോ? അപ്പം ഇതെന്തിനാ ഇപ്പോൾ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്? അതൊരു ദുഷ്ടലാക്കാണ്. അത് കേരളത്തിലെ സാമാന്യ ജനത തിരിച്ചറിയും. കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഈ ജൽപ്പനങ്ങൾ വില പോകില്ല. അതൊക്കെ അന്വേഷിക്കല്ലേ. അല്ല, ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അന്വേഷിക്കുകയാണ്. അതൊക്കെ രണ്ട് ടീമാണ്. ഒന്ന് DGPയുടെ നേതൃത്വത്തില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. മറ്റൊരു കേസ് വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്, DGP. അതിനേക്കാളപ്പുറം ഇപ്പൊ ജുഡീഷ്യൽ എൻക്വയറിയാണ് പറയുന്നത്. ജുഡീഷ്യൽ എൻക്വയറിക്ക് എന്ത് സാങ്ക്ടിറ്റിയാണ്? ഉമ്മൻചാണ്ടി കേസിൻ്റെ അകത്ത് ഒരൊറ്റ മൊഴിയും ബിഫോർ ദി ലോ അഡ്മിസബിൾ അല്ല എന്ന് പറഞ്ഞില്ലേ? ഇനി ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ കൊഗ്രൈൻസൻസ് എടുക്കാൻ പറ്റൂ. പിന്നെ ഈ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? പിന്നെ അന്വേഷണം നടത്താതെ സസ്പെൻഡ് ചെയ്യണോ? അങ്ങനെ ഒരാളെ സസ്പെൻഡ് ചെയ്തു മുമ്പ് ഒരു DGP. അറിയോ നിങ്ങൾ? സുപ്രീം കോടതി എടുത്തങ്ങെറിഞ്ഞു സെൻകുമാറിന്റെ. എന്നിട്ട് ആ വിഡ്ഢിത്തത്തിലേക്ക് വീണ്ടും പിണറായി പോകണമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരാഴ്ച അദ്ദേഹത്തിന് കാത്തിരുന്നൂടെ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടേ പരിശോധിക്കാൻ പറ്റൂ. വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പണ്ട് MV രാഘവൻ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? ഓർമ്മ ഉണ്ടോ? KPRന്റെ കൂടെ എത്ര ആളുണ്ടായിരുന്നു? ഉണ്ടോ? ഗൗരമ്മേൻ്റെ കൂടെ എത്ര ആളുണ്ടായിരുന്നു? അവസാനം മരിക്കുന്ന ഘട്ടത്തിൽ അവരൊക്കെ പറഞ്ഞതെന്നറിയോ? ഈ ചെങ്കൊടി പുതപ്പിച്ച് സഖാക്കളുടെ സാന്നിധ്യത്തിൽ എൻ്റെ ശവം സംസ്കരിക്കണമെന്നാണ്. ആ ബോധത്തിലേക്ക് ഇദ്ദേഹം എത്തുമെന്നുള്ള അറിയില്ല. കാരണം അദ്ദേഹം ഇതേവരെ പാർട്ടി മെമ്പർ അല്ലല്ലോ. അതൊരു രാഷ്ട്രീയ ബോധമാണ്, ഒരു തൊഴിലാളി വർഗ ബോധമാണ്. അത് അവസാനം അദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ചതിക്കാനും പിന്നിൽ നിന്ന് കുത്താനും. CPM നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതൊക്കെ അൻവറിൻ്റെ ജൽപ്പനങ്ങൾ മാത്രമാണ്, ഇന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് സംസ്ഥാന മന്ത്രിസഭ ഉൾക്കൊള്ളാത്തത്, മുഖ്യമന്ത്രി കേൾക്കാത്തത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല താൻ 5 നേരം നിസ്കരിക്കുന്നതാണോ പ്രശ്നമെന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കൂടി AK ബാലൻ പറയുന്നു. അതും കേരളത്തിൽ വില പോകില്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു.